സാർ ഇന്നിപ്പം വിപണിയിലേക്ക് നോക്കുകയാണ് നിങ്ങൾ തുടക്ക വ്യാപാരത്തിൽ ഒരു ഓൾ ടൈം ഹൈ 22,526 ഒരു പോയിന്റിന്റെയും കൂടി ഒരു മുന്നേറ്റം രേഖപ്പെടുത്തി പുതിയൊരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നിഫ്റ്റിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് ആ ഒരു നേട്ടം നിലനിർത്താൻ സാധിക്കുന്നില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ആദ്യ 20 മിനിറ്റുകൾ പിന്നിടുമ്പോൾ 22,460.95 എന്നൊരു നിലവാരം വരെ ഇടിയുന്ന സ്ഥിതിയാണ് കാണാൻ സാധിക്കുന്നത്. നിലവിൽ 22,477.8 എന്നതുമാണ്. നിഫ്റ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാറിന്റെ എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? ഈ ഒരു സമയത്ത് ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് ഒരു സമയമാണോ ഇന്നത്തെ വ്യാപാരം എന്ന് പറയുന്നത്? ബട്ട് ഷോർട്ട് ടേമിൽ നമുക്ക് കാര്യമായിട്ട് ഒരു മൊമെന്റം കാണാൻ സാധിക്കുന്നില്ല. ആൻഡ് അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, നാച്ചുറലി കഴിഞ്ഞ വെള്ളിയാഴ്ച അമേരിക്കൻ വിപണി വളരെ വീക്കായിട്ടായിരുന്നു ക്ലോസ് ചെയ്തത്. വി സോ പ്രോഫിറ്റ് ടേക്കിംഗ്. ആൻഡ് ഇന്നത്തെ മാർക്കറ്റിന് ആദ്യത്തെ നിമിഷം നോക്കുമ്പോഴേക്കും നമുക്ക് കഴിഞ്ഞ 10-12 ദിവസമായിട്ട് ഒത്തിരി നേട്ടം നൽകിയ ചില സ്റ്റോക്സിലൊക്കെ പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്, എസ്പെഷ്യലി ടാറ്റ ഗ്രൂപ്പ് സ്റ്റോക്സിലൊക്കെ തന്നെ. അതോടൊപ്പം തന്നെ നിഫ്റ്റി ബാങ്കിലേക്ക് വരികയാണെങ്കിലും നിഫ്റ്റി ബാങ്കിനെ സംബന്ധിച്ച് 147 പോയിന്റിന്റെ ഒരു ഇടിവ് തന്നെയാണ് ഇപ്പോൾ തുടരുന്നത്. 47,666 എന്നൊരു ഇൻട്രാഡേ ഹൈയിലേക്ക് ഇപ്പോൾ നിഫ്റ്റി ബാങ്ക് താഴ്ന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട ബാങ്കിങ് ഓഹരികളിലും ഒരു ഇടിവ് തന്നെയാണ്. പ്രത്യേകിച്ചും HDFC ബാങ്കിലൊക്കെ തന്നെ ഒരു കനത്ത ഇടിവ്, 0.8% ഒരു ഇടിവിലേക്ക് ഇപ്പോൾ HDFC ബാങ്കിന്റെ ഓഹരികളും പോകുന്നുണ്ട്. ഈ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് സാറിന്റെ ഒരു എക്സ്പെക്ടേഷൻസ് ഇനി എന്താണ്? ഒപ്പം തന്നെ HDFC ബാങ്കിലുള്ള സാറിന്റെ വ്യൂ എന്താണ്? HDFC ബാങ്കിൽ ഐ കണ്ടിന്യൂ ടു സീ എ വെരി ഗുഡ് ബുള്ളിഷ് സെറ്റപ്പ്. നമ്മൾ HDFC ബാങ്കിന്റെ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ നമ്മൾ ഈ ഒരു കറക്ഷൻ നടക്കുന്ന സമയത്ത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ലോങ് പൊസിഷൻസ് ബിൽഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ എനിക്ക് അറ്റ് ദ മൊമെന്റ് കാര്യമായിട്ട് വീക്ക്നെസ് ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല. ബട്ട് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ നമുക്ക് ശക്തമായിട്ട് ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണണമെങ്കിൽ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ് ഇന്നത്തെ ട്രേഡിംഗിൽ 48,000 പോയിന്റിന്റെ മുകളിൽ ക്ലോസ് ചെയ്യണം. സർ, സൂചികൾ ഇടിവിൽ തുടരുമ്പോൾ പോലും നിഫ്റ്റി PSU ബാങ്ക് സൂചികയിലേക്ക് വരുമ്പോൾ ഒരു പോസിറ്റീവ് മൊമെന്റം കീപ്പ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. നിലവിൽ ഏകദേശം ഒരു 0.7% നേട്ടമാണ് നിഫ്റ്റി PSU ബാങ്ക് നൽകുന്നത്. അതിൽ തന്നെയും നിഫ്റ്റി ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയുമായി ബന്ധപ്പെട്ട് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ 1.86% നേട്ടം ഈ ഒരു ഇടിവിൽ തുടരുന്ന വിപണിയിലും രേഖപ്പെടുത്താനായിട്ട് ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയ്ക്ക് സാധിക്കുന്നുണ്ട്. ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയുമായി ബന്ധപ്പെട്ട് സാറിന്റെ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം വിലയിരുത്തൽ എന്താണ്? PSU ബാങ്ക് ഇൻഡെക്സ് നോക്കുമ്പോഴേക്കും നാച്ചുറലി ഇറ്റ് ഹസ് ബീൻ ആൻ ഔട്ട് പെർഫോമർ കഴിഞ്ഞ ഒത്തിരി മാസങ്ങളായിട്ട്. ആൻഡ് പർട്ടിക്കുലർലി ഇപ്പൊ ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയുടെ കേസ് എടുക്കുമ്പോഴേക്കും ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര കഴിഞ്ഞ 2-3 ആഴ്ചകളായിട്ട് ഒരു കറക്ഷൻ നേരിടുകയായിരുന്നു. ഇന്നത്തെ ട്രേഡിംഗിൽ നമ്മൾ ഏറ്റവും മുഖ്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 65 രൂപ. 65 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്കൊരു പുതിയ ബൈയിങ് ഈ സ്റ്റോക്കിൽ ലഭിക്കാൻ പോകുന്നുള്ളൂ. വരുന്ന സമയത്ത് ചമ്പൽ ഫെർട്ടിലൈസേഴ്സിന്റെ ഇന്നത്തെ ഒരു പ്രകടനം വിലയിരുത്തുന്ന സമയത്ത് 373 രൂപ റേഞ്ചിലാണ് ഈ ഒരു സ്റ്റോക്ക് മുന്നോട്ട് പോകുന്നത്. ഈ സ്റ്റോക്കിന്റെ ഒരു പെർഫോമൻസ് വിലയിരുത്തുന്ന സമയത്ത് ഇയർ ടിൽ ഡേറ്റിൽ ഇതൊരു വളരെ ഫ്ലാറ്റ് അല്ലെങ്കിൽ ഒരു കാര്യമായ നേട്ടമോ നഷ്ടമോ ഒന്നും നൽകാതെയാണ് ഈ ഒരു സ്റ്റോക്ക് മുന്നോട്ട് പോയിരിക്കുന്നത്. എങ്കിൽ പോലും കഴിഞ്ഞൊരു 1 മന്തിൽ 6% ഒരു മുന്നേറ്റം നമുക്ക് ഓഹരിയിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. ചമ്പൽ ഫെർട്ടിലൈസേഴ്സിനെ സംബന്ധിച്ച് സാറിന്റെ ഒരു വ്യൂ എന്താണ്? ചമ്പലിന്റെ ലോങ് ടേം ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ ബുള്ളിഷായി തന്നെ തുടരുന്നു. ബട്ട് ഈ വർഷത്തിന്റെ സ്റ്റാർട്ടിംഗിൽ ഒരു 400 രൂപയിൽ ഒരു ഓൾ ടൈം ഹൈ എത്തിയതിനു ശേഷം സ്റ്റോക്ക് ഇസ് ബീൻ അണ്ടർഗോയിങ് കറക്ഷൻ. കഴിഞ്ഞ ആഴ്ച വ്യാഴാഴ്ചത്തെ ട്രേഡിംഗിൽ നമുക്ക് ഒരു പുതിയ ബൈയിങ് ഇൻട്രസ്റ്റ് ഈ സ്റ്റോക്കിൽ കാണാൻ ഇടയായി. നമ്മൾ ഇപ്പൊ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു മേജർ റെസിസ്റ്റൻസ് 380 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഇൻ ദ ഷോർട്ട് ടേം നമുക്ക് ഒത്തിരി നേട്ടം ഈ സ്റ്റോക്കിൽ എക്സ്പെക്ട് ചെയ്യാം. സർ, അതിനോടൊപ്പം തന്നെ നിഫ്റ്റി മെറ്റൽ സൂചികയെ സംബന്ധിച്ചുള്ള സാറിന്റെ വ്യൂ കൂടിയാണ് അറിയാൻ ആഗ്രഹിക്കുന്നത്. നിഫ്റ്റി മെറ്റലിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിലവിലൊരു ഫ്ലാറ്റ് ടു നെഗറ്റീവ് ടോണിലാണ് വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കഴിഞ്ഞൊരാഴ്ചയിലൊക്കെ വലിയൊരു മുന്നേറ്റം രേഖപ്പെടുത്തിയ ഒരു സൂചിക കൂടിയായിരുന്നു നിഫ്റ്റി മെറ്റൽ എന്ന് പറയുന്നത്. എന്നാൽ നിഫ്റ്റി ഇന്നിപ്പോൾ ഒരു ഫ്ലാറ്റ് ടു നെഗറ്റീവ് ടോണിലാണ് വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നിഫ്റ്റി മെറ്റലിനോടൊപ്പം തന്നെ
ഹിൻഡാൽക്കോയുടെ ഓഹരികളുമായി ബന്ധപ്പെട്ടുള്ള സാറിന്റെ ഒരു വ്യൂ കൂടി അറിയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. തുടർച്ചയായിട്ട് നേട്ടം നൽകുന്ന ഒരു ഓഹരിയായിട്ട് ഇപ്പൊ ഹിൻഡാൽക്കോ മാറിയിരിക്കുന്നു. എന്നാൽ ഓഹരിയുടെ ഒരു 52 ഹൈ നോക്കുകയാണെങ്കിൽ ജനുവരി 1 രേഖപ്പെടുത്തിയ 620.65 എന്ന നിലവാരമാണ്. അതിനുശേഷം വലിയ തോതിൽ ഒരു കറക്ഷൻ നേരിട്ടിരുന്ന ഓഹരി പിന്നീട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ടാണ് വീണ്ടും തിരിച്ചു വരുന്നത് എന്ന് തന്നെ പറയാം. ഹിൻഡാൽക്കോയുമായി ബന്ധപ്പെട്ട സാറിന്റെ വ്യൂ എന്താണ്? ഈ ഒരു ഹൈസിൽ നമുക്ക് ഈ ഒരു ഓഹരിയിൽ ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി സാർ കാണുന്നുണ്ടോ? ഒരിക്കലുമില്ല. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിൻഡാൽക്കോ ഈ വർഷത്തിന്റെ സ്റ്റാർട്ടിങ്ങില് 620 രൂപയിൽ ഒരു ഓൾ ടൈം ഹൈ നമുക്ക് നൽകിയതിനു ശേഷം കനത്ത സെല്ലിംഗ് നേരിട്ടത്. ആൻഡ് വാട്ട് ഹാസ് ഹാപ്പൻഡ് ഇസ് ഷോർട്ട് ടേം ട്രെൻഡ് ബെയർഷായി മാറിയിട്ടുണ്ട്. സോ നമുക്ക് ഈ സ്റ്റോക്കിൽ ഒരു ബോട്ടം ക്രിയേറ്റ് ചെയ്തു എന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. സ്റ്റോക്കിന് വളരെ സ്ട്രോങ് ആയിട്ട് റെസിസ്റ്റൻസ് 560, 575 ഈ ഒരു റേഞ്ചിൽ കാണുന്നുണ്ട്. സോ സ്റ്റോക്ക് ഒന്ന് സെറ്റിൽ ഡൗൺ ചെയ്യട്ടെ, അതിനുശേഷം നമുക്ക് ലോങ് പൊസിഷൻ വേണോ എന്ന് തീരുമാനിക്കാം. REC ലിമിറ്റഡുമായി ബന്ധപ്പെട്ട് ഒരു ചോദ്യമാണ് ചോദിക്കുന്നത്. REC ലിമിറ്റഡ് നിലവിൽ 0.33% ഒരു നേട്ടത്തിൽ 474 രൂപ റേഞ്ചിലാണ് ഇപ്പോൾ ട്രേഡിംഗ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. REC സംബന്ധിച്ച് ഫെബ്രുവരി 8 52 വീക്ക് ഹൈ ക്രിയേറ്റ് ചെയ്ത് 524 രൂപ എന്ന റേഞ്ചിലേക്ക് ഉയർന്നിട്ടുണ്ടായിരുന്നത്. RECയുടെ ഒരു ട്രെൻഡ് എങ്ങനെയാണ്? കൈവശമുള്ള നിക്ഷേപകർ സ്വീകരിക്കേണ്ട സ്റ്റാൻസ് എന്താണ്? RECയുടെ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി തന്നെ തുടരുന്നു. ഷോർട്ട് ടേം ട്രെൻഡ് ഇസ് സൈഡ് വേസ്. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ 2-3 ആഴ്ചകളായിട്ട് ഇതൊരു കൺസോൾട്ടേഷനാണ് നടത്തി വരുന്നത്. നമുക്ക് ഈ സ്റ്റോക്കിൽ ഒരു ബൈയിങ് ട്രിഗർ ലഭിക്കണമെങ്കിൽ 480 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. സാർ അതിനോടൊപ്പം തന്നെ റെയിൽവേ ഓഹരിയായിട്ടുള്ള RVNL റെയിൽ വികാസ് നിഗം ലിമിറ്റഡുമായി ബന്ധപ്പെട്ടുള്ള സാറിന്റെ ഒരു വ്യൂ കൂടിയാണ് അറിയാൻ ആഗ്രഹിക്കുന്നത്. ഓഹരിയെ സംബന്ധിച്ചും കമ്പനിയെ സംബന്ധിച്ചും ധാരാളം ഓർഡറുകൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കമ്പനിക്ക് ലഭിക്കുന്നുണ്ട്. ഇന്നിപ്പോൾ 5% നേട്ടത്തിൽ 249.9 എന്നൊരു നിലവാരത്തിലാണ് ഓഹരിയിൽ വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഓഹരിയുടെ ഒരു 53 ഹൈ നോക്കുകയാണെങ്കിൽ ജനുവരി 23 രേഖപ്പെടുത്തിയ 345.5 എന്ന നിലവാരമാണ്. അതിനുശേഷം വലിയ തോതിലൊരു കറക്ഷൻ നേരിട്ട ഓഹരി കൂടിയാണ് RVNL. RVNLലെ കറക്ഷൻ അവസാനിച്ചിട്ടുണ്ട്. ഈ ഒരു ഓഹരിയിൽ സർ വാച്ച് ചെയ്യുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? സോ RVNLന്റെ കേസ് എടുക്കുമ്പോഴേക്കും ഇന്ന് നമുക്കൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് RVNL നൽകിയിരിക്കുന്നത്, വിച്ച് ഇസ് ആക്ച്വലി എ ഗുഡ് തിങ്. പക്ഷെ ഒരു പ്രോബ്ലം കാണുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ആ ഒരു ഗെയിൻസ് സ്റ്റോക്കിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നില്ല. സോ അറ്റ് ദ മൊമെന്റ് നമുക്ക് കാണാൻ സാധിക്കുന്ന ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മെയിൻറ്റെയിൻ ചെയ്യാം ആ ലോങ് പൊസിഷൻ. ആൻഡ് നമ്മൾ ഇതിന്റെ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ തന്നെ നമുക്ക് ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാം. ഒപ്പം ഞാൻ ചോദിക്കുന്ന യൂണിടെക് ലിമിറ്റഡുമായി ബന്ധപ്പെട്ട സാറിന്റെ വ്യൂ ആണ്. സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആണെങ്കിൽ പോലും ഇന്നത്തെ വിപണിയിൽ 0.83% ഒരു മുന്നേറ്റത്തിൽ 12 രൂപ റേഞ്ചിലാണ് ഈ ഒരു സ്റ്റോക്ക് ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഫെബ്രുവരിയിൽ 19 രൂപയിലേക്ക് ഉയരാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്റ്റോക്കിന് സാധിച്ചിട്ടുണ്ടായിരുന്നു. ഈ സ്റ്റോക്ക് കൈവശമുള്ള നിക്ഷേപകരെ സംബന്ധിച്ച് സാറിന് എന്താണ് പറയാനുള്ളത്? പ്രിയ, ഈ ഒരു സ്റ്റോക്കിന്റെ ഫൈനാൻഷ്യൽസ് നോക്കിക്കഴിഞ്ഞാൽ വളരെ മോശമായിട്ടുള്ള ഒരു സ്റ്റോക്ക് ആയത്. ഇറ്റ് ഈസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആൻഡ് ഈ സ്റ്റോക്കിൽ ഒത്തിരി മാനിപ്പുലേഷൻ ഉള്ളതായിട്ട് എനിക്ക് കാണാൻ സാധിക്കുന്നത്. ഇത്തരം സ്റ്റോക്സ് നമ്മൾ പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യുക. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിൽ പെട്ടെന്നൊരു നല്ല കറക്ഷൻ ഒക്കെ വരികയാണെങ്കിൽ ഇത്തരം സ്റ്റോക്കിൽ നമ്മൾ പെട്ടുപോവുക. ഈ സ്റ്റോക്കിൽ നിന്ന് എക്സിറ്റ് ചെയ്യാൻ വളരെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. സാർ അതിനോടൊപ്പം തന്നെ സാറിനോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് LTI Mindtree ബന്ധപ്പെട്ടുള്ള സാറിന്റെ ഒരു വ്യൂ കൂടിയാണ്. ഓഹരി സംബന്ധിച്ച് പറയുന്ന നിലവിൽ ഇപ്പോൾ 1% ഇടിവിൽ 5076.7 എന്നൊരു നിലവാരത്തിലാണ് വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഓഹരിയുടെ ഒരു 53 ഹൈ നോക്കുകയാണെങ്കിൽ ജനുവരി 15 രേഖപ്പെടുത്തിയ 6442 എന്ന നിലവാരമാണ്. തുടർച്ചയായിട്ട് ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഓഹരി കൂടിയാണ് LTI Mindtree എന്ന് പറയുന്നത്. ഈ ഒരു ഓഹരിയുമായി ബന്ധപ്പെട്ട് സർ വാച്ച് ചെയ്യുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? അൺഫോർച്ചുനേറ്റ്ലി LTI Mindtreeയുടെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി തന്നെ തുടരുന്നു. സ്റ്റോക്കിൽ ഒരു ലോങ് പൊസിഷൻ എടുക്കാനുള്ള ഒരു അവസരം കാണാൻ സാധിക്കുന്നില്ല. സ്റ്റോക്കിന്റെ അവസാനമായിട്ട് കാണുന്ന ഒരു മേജർ സപ്പോർട്ട് ഏരിയ 5000 രൂപയല്ല,
ലെറ്റ് us വെയിറ്റ് ആൻഡ് സി ആ ഒരു സപ്പോർട്ട് ഹോൾഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എന്ന്. ഇന്നത്തെ വിപണിയിൽ വൈഭവ് ഗ്ലോബൽ ലിമിറ്റഡ് എന്ന ഓഹരി 2% നഷ്ടത്തോട് കൂടിയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. 414 രൂപ റേഞ്ചിൽ തന്നെയാണ് ഈ ഒരു ഓഹരി ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതും ഒരു സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആണ്. ഈ ഒരു സ്റ്റോക്കിലുള്ള സാറിന്റെ വ്യൂ എന്താണ്? കമ്പനിയുടെ പേര് ഒരിക്കൽ കൂടെ പറയാവോ? ഗ്ലോബൽ ലിമിറ്റഡ്. ഇത് സർ, വൈഭവ് ഗ്ലോബൽ ലിമിറ്റഡ്. ഷെയർ പ്രൈസ് 413 രൂപ റേഞ്ചിലാണ് നിലവിൽ ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സോ വൈഭവ് ഗ്ലോബൽ ലിമിറ്റഡ് പ്രിയ പറഞ്ഞതുപോലെ ഇറ്റ്സ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. ആൻഡ് സ്റ്റോക്കിൽ നമുക്ക് ഒത്തിരി വോളറ്റിലിറ്റി കാണാൻ സാധിക്കുന്നുണ്ട്. ഈ വർഷത്തിന്റെ തുടക്കത്തിൽ 540 രൂപ ഇതിന്റെ ഒരു ഓൾ ടൈം ഹൈ ആയിരുന്നു. അതിനെ തുടർന്ന് സ്റ്റോക്കിൽ നല്ലൊരു കറക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. സ്റ്റോക്കിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു സപ്പോർട്ട് ഏരിയ 390. ലെറ്റ് us വെയിറ്റ് ആൻഡ് സി ആ 390 റുപ്പീസിന്റെ സപ്പോർട്ട് നിലനിൽക്കുന്നുണ്ടോ എന്ന്. അതിനുശേഷം വി ക്യാൻ കൺസിഡർ പൊസിഷൻസ്. സാർ, അതിനൊപ്പം തന്നെ ഗെയിലുമായി ബന്ധപ്പെട്ടുള്ള സാറിന്റെ ഒരു വ്യൂ കൂടിയാണ് അറിയാൻ ആഗ്രഹിക്കുന്നത്. ഗെയിലിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിലവിൽ 1.49% ഇടിവിൽ 185.75 എന്നൊരു നിലവാരത്തിലാണ്. ഓഹരിയുടെ 50 ഹൈ നോക്കുകയാണെങ്കിൽ മാർച്ച് 5-ാം തീയതി രേഖപ്പെടുത്തിയ 196.35 എന്ന നിലവാരമാണ്. ഗെയിലുമായി ബന്ധപ്പെട്ടുള്ള സാറിന്റെ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം വിലയിരുത്തൽ എന്താണ്? സോ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് നിലവിൽ ബുള്ളിഷായി തന്നെ തുടരുന്നു. ഒരു വീക്ക്നെസ്സും കാണുന്നില്ല. ആൻഡ് ബട്ട് ഈ ഹൈ ലെവൽസിൽ ഒരു പുതിയ ലോങ് പൊസിഷൻ അഡ്വൈസ് ചെയ്യുന്നില്ല. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 175 രൂപ സപ്പോർട്ടായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. മറ്റൊരു സ്റ്റോക്ക് ചോദിക്കുന്നത് രത്നവീർ പ്രിസിഷൻ എഞ്ചിനീയറിംഗ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ട സാറിന്റെ വ്യൂ ആണ്. ഇന്നിപ്പോൾ 1.33% ഇടിവാണ് ഈ സ്റ്റോക്ക് പ്രകടമാക്കുന്നത്. 126 രൂപ 20 പൈസയിലാണ് വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സോ രത്നവീർ കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിലായിരുന്നു ലിസ്റ്റ് ചെയ്യപ്പെട്ടത്. ആൻഡ് ദിസ് ഇസ് അഗെയിൻ എ വെരി സ്മോൾ ക്യാപ് സ്റ്റോക്ക്. കാര്യമായിട്ട് ഈ സ്റ്റോക്കിൽ ഒരു ലിക്വിഡിറ്റി ഒന്നും തന്നെ കാണാനില്ല. ആൻഡ് ദ ഷോർട്ട് ടേം ട്രെൻഡ് ഫോർ ദ സ്റ്റോക്ക് സൈഡ് വേസ് ടു ബെയറിഷ് ആയിട്ടാണ് കാണുന്നത്. സ്റ്റോക്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു സപ്പോർട്ട് ഏരിയ 120 രൂപയായിരിക്കും. ലെറ്റ് us വെയിറ്റ് ആൻഡ് സി ആ ഒരു സപ്പോർട്ട് ലെവൽ ഹോൾഡ് ചെയ്യപ്പെടുന്നുണ്ടോ എന്ന്. സാർ, അതിനോടൊപ്പം തന്നെ റെയിൽവേയിൽ നിന്നുള്ള ടിറ്റാഗർ റെയിൽ സിസ്റ്റംസ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാറിന്റെ ഒരു വ്യൂ കൂടിയാണ് അറിയാൻ ആഗ്രഹിക്കുന്നത്. ഓഹരി സംബന്ധിച്ച് ഇപ്പോൾ 4% നേട്ടത്തിൽ 938.8 എന്നൊരു നിലവാരത്തിലാണ് വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഓഹരിയിൽ കമ്പനി വീണ്ടും ഓർഡറുകൾ കരസ്ഥമാക്കുന്നു എന്നടക്കമുള്ള ഒരു പോസിറ്റീവ് ന്യൂസുകളൊക്കെ വരുന്നുണ്ട്. നിലവിൽ ഓഹരിയുടെ ഒരു 50 ഹൈ നോക്കുകയാണെങ്കിൽ 2024 ജനുവരി 20-ാം തീയതി രേഖപ്പെടുത്തിയ 1248.9 എന്ന നിലവാരമാണ്. അതിനുശേഷം കറക്ഷൻ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു ഓഹരി കൂടിയാണ് ടിറ്റാഗർ. ടിറ്റാഗറുമായി ബന്ധപ്പെട്ടിട്ട് സാറിന്റെ വ്യൂ എന്താണ്? സോ ടിറ്റാഗറിന്റെ ട്രെൻഡ് നോക്കുമ്പോഴേക്കും ബുള്ളിഷായി തന്നെ തുടരുന്നു. സ്റ്റോക്കില് നല്ലൊരു കറക്ഷൻ നടന്നിട്ടുണ്ട് കഴിഞ്ഞ 2-3 ആഴ്ചക്കിടെ. ആൻഡ് നമ്മൾ ഈ കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും കറന്റ് ലെവൽസിൽ ഒരു ലോങ് പൊസിഷൻ എടുക്കാം. അങ്ങനെ ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 830 രൂപ സപ്പോർട്ടായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. ഒപ്പം പതിവ് പോലെ സാറിനെ ഫ്രീ ആക്കുന്നതിന് മുൻപ് ഇന്നിപ്പോൾ സാർ പ്രധാനമായിട്ടും ഏതെങ്കിലും സ്റ്റോക്കുകൾ ഫോക്കസ് ചെയ്യുന്നുണ്ടോ? മൂന്നാല് സ്റ്റോക്സ് എന്റെ ശ്രദ്ധയിലോട്ട് വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും മുഖ്യമായിട്ട് വൺ സ്റ്റോക്ക് വിച്ച് ഹസ് കം ഈസ് അഡാനി വിൽമ. അഡാനി വിൽമ മറ്റ് അഡാനി സ്റ്റോക്സിന്റെ കൂടെ തന്നെ കഴിഞ്ഞ 5-8 സെഷൻസ് ആയിട്ട് ഒരു കറക്ഷൻ നേരിട്ടുകൊണ്ടിരിക്കുന്നു. റെയിൽവേ മേഖലയിലോട്ട് വരുമ്പോഴേക്കും ഇർകോൺ ആൻഡ് IRFC ഡെഫിനറ്റ്ലി ഐ എം സ്റ്റഡിങ് വെരി കെയർഫുള്ളി. അടുത്ത കാലത്ത് ലിസ്റ്റ് ചെയ്യപ്പെട്ട IREDA നല്ലൊരു കറക്ഷൻ നടന്നിട്ടുണ്ട്. ഐ എം വാച്ചിങ് ദാറ്റ് വെരി കെയർഫുള്ളി. അതുപോലെ തന്നെ ഓബ്രോയ് റിയാലിറ്റി ഇൻ ദ റിയൽ എസ്റ്റേറ്റ് സ്പേസ്. പിന്നീട് അടുത്ത കാലത്ത് ലിസ്റ്റ് ചെയ്യപ്പെട്ട നൈക്ക.
ഇത്രയും സ്റ്റോക്സാണ് ഇന്നത്തെ ട്രേഡിങ്ങിന് വേണ്ടി ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്.